ചാവറയച്ചൻ പാഠപുസ്തകത്തിലേക്ക്. നീതി നിഷേധത്തിനെതിരെ ഒന്നിച്ചു നിന്ന് പൊരുതിയാൽ വിജയം ഉറപ്പ്. ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു പ്രതിഷേധം വിജയിച്ചിരിക്കുകയാണ്. ചാവറയച്ചന്റെ നവോത്ഥാന സേവനങ്ങളെ ഒഴിവാക്കിയ പാഠപുസ്തക സമിതിയുടെ നടപടിക്കെതിരെ നിരന്തരമായ വാർത്തകളിലൂടെയും പ്രതികരണ വീഡിയോകളിലൂടെയും ചർച്ചകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഷെഖേന ന്യൂസും ദീപിക ദിനപത്രവും ഇരിഞ്ഞാലക്കുട രൂപതയുടെ കേരള സഭാ പത്രവും സഭയിലെ വിവിധ സംവിധാനങ്ങളും ഒന്നിച്ചു നിന്നു. ചില ക്രൈസ്തവ സംഘടനകളും സഭയിലെ പല പ്രമുഖരും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. കേരള ചരിത്രത്തിലെ ക്രാന്തദർശികളായ ചില സാമൂഹിക പരിഷ്കർത്താക്കളുടെ നവോത്ഥാന സേവനങ്ങളുടെ ചരിത്രം സത്യസന്ധമായി പഠിച്ചാൽ അതിൽ വരണ്യശ്രേണിയിൽ കുറിക്കേണ്ട നാമമാണ് ചാവറയച്ചൻ എന്ന പേരിൽ വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ. കേരളത്തിൽ നിലവിലെ സ്കൂൾ പാഠപുസ്തകങ്ങളും UDF മന്ത്രിസഭയുടെ കാലത്ത് അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ പരിഷ്കരിച്ചതാണ്. ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്കലിപികളിൽ മാത്രം കോറിയിടപ്പെട്ട ചാവറയച്ചന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളെ തമസ്കരിച്ച് അവയെ മനഃപൂർവ്വമായി കേരളത്തിലെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് നീക്കുവാൻ തൽപര കക്ഷികൾ അറിഞ്ഞോ അറിയാതെയോ അന്ന് നടത്തിയ നീക്കങ്ങൾക്കാണ് ഇപ്പോൾ വാർത്താ പ്രാധാന്യമുണ്ടായിരിക്കുന്നത്. കത്തോലിക്ക സഭ ഇരിഞ്ഞാലക്കുട രൂപതയുടെ പ്രതിമാസ പത്രികയായ കേരള സഭയിൽ വന്ന ഒരു കുറിപ്പാണ് ചാവറയച്ചന്റെ നവോത്ഥാന സംഭാവനകളെ തമസ്കരിച്ച പാഠശില്പികളുടെ ഹീനമായ നടപടികളെ ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. പുസ്തകത്തിൽ ചാവറയച്ചനെ ആവശ്യത്തിന് പരിഗണിച്ചിട്ടുണ്ടെന്ന വിചിത്രമായ മറുപടിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ സമക്ഷത്തിൽ നിന്ന് പിന്നീടുണ്ടായത്. പിന്നീട് അതിനെതിരെ KCBC പോലും പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നു. അങ്കമാലി MLA റോജി M ജോൺ ഇക്കാര്യം നിയമസഭയുടെ അടിയന്തര ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. അതിനു പിന്നാലെയാണ് തൊടുപുഴ MLA PJ ജോസഫ് ഈ വിഷയത്തെക്കുറിച്ച് സഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത്. അതിന് മറുപടിയായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ആശാവഹമായ കാര്യം ഇപ്പോൾ നിയമസഭയിൽ പറഞ്ഞത്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചന്റെ സംഭാവനകളെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പാഠ്യപരിഷ്കരണ കമ്മിറ്റിയോട് ആവശ്യപ്പെടാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നിയമസഭയിൽ പ്രസ്താവിച്ചു. 2019 9-10 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ ചില മെച്ചപ്പെടുത്തലുകൾ വരുത്തിയതല്ലാതെ ഉള്ളടക്കത്തിൽ കാതലായ മാറ്റം വരുത്തിയിട്ടില്ല. പുതിയ പാഠ്യപദ്ധതി പരിഷ്കരിക്കുമ്പോൾ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചന്റെ സേവനങ്ങൾ ഉൾപ്പെടുത്തുമെന്നാണ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളിലും നീതി നിഷേധനങ്ങളിലും ഒറ്റക്കെട്ടായി നിന്ന് ശബ്ദമുയർത്തിയാൽ കാര്യങ്ങൾ സാധ്യമാകുമെന്ന ആശാവഹമായ ഒരു സൂചനയാണ് ഇതിലൂടെ ക്രൈസ്തവ സമൂഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയോടും സദാകാലത്തേക്കുമുള്ള മമത തുടരാതെ അപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയാണ് ക്രൈസ്തവ സമൂഹം പിന്തുടർന്നു വന്നിരിക്കുന്നത്. പലപ്പോഴും വിലപേശൽ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നാണ് ക്രൈസ്തവ സമൂഹം നിലനിന്നിട്ടുള്ളത്. അത്തരം നിലപാടുകൾ പലപ്പോഴും തന്ത്രപരമായ അവഗണനകൾക്കും ഇകഴ്ത്തലുകൾക്കും കാരണമായി ഉപയോഗിക്കുവാൻ തൽപര കക്ഷികൾ മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് പല ഹൈജാക്കുകളും വൈകിയാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിന്റെ പ്രബലമായ തെളിവാണ് ചാവറയച്ചനുമായി ബന്ധപ്പെട്ട വിവാദം. അതിനാൽ ഇനിയെങ്കിലും കൂടുതൽ ജാഗ്രതയോടെ വർത്തിക്കാനും ഒത്തൊരുമയോടെ പ്രതിഷേധിച്ച് അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാനും ക്രൈസ്തവ സമൂഹത്തിന് കഴിയട്ടെ.